ഗുഡ് മോർണിംഗ് ഓൾ. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് യൂസിങ് കളർ എഫക്റ്റീവ്ലി ഇൻ ലേഔട്ട്സ് ആണ്. ലേഔട്ട്സിൽ എങ്ങനെ എഫക്റ്റീവായിട്ട് കളേഴ്സ് യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കളേഴ്സിനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. അതിൻ്റെ സൈക്കോളജി, കളർ സൈക്കോളജി കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ലേഔട്ട്സിൽ അല്ലെങ്കിൽ നമ്മളൊരു ഡിസൈൻ ചെയ്യുമ്പോൾ കളേഴ്സ് കോണ്ടന്റിനെ ഓർഗനൈസ് ചെയ്യാനും അറ്റൻഷൻ ക്യാച്ച് ചെയ്യാനും ആൻഡ് ഇമ്പോർട്ടൻസ് കാണിക്കാനും അതുപോലെ തന്നെ ഡിസൈനിൽ ഒരു ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യാനും നമ്മുടെ കളേഴ്സ് യൂസ് ചെയ്യലുണ്ട്. അതുപോലെ തന്നെ ലേഔട്ട് ക്ലിയർ ആയിട്ട് തോന്നാനും ബാലൻസ്ഡ് ആവാനും ഒരു വിഷ്വൽ അപ്പീലിംഗ് കൊണ്ടുവരാനും ഈ പറയുന്ന കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെയിൻറ്റെയിൻ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ടെക്സ്റ്റ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ഫോർ റീഡബിലിറ്റി. ഒരു റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു കോൺട്രാസ്റ്റ് കളേഴ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ, ഇൻഫർമേഷൻസ് ഹൈലൈറ്റ് ചെയ്യാനും ഒരു വിഷ്വൽ ഫ്ലോ ക്രിയേറ്റ് ചെയ്യാനും കളേഴ്സിനെ കൊണ്ട് സാധിക്കും. ആൻഡ് ലേഔട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള കളർ പാറ്റേൺസ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ടു അവോയ്ഡ് ക്ലട്ടേഴ്സ്. ആൻഡ് അതിൽ നെക്സ്റ്റ് വരുന്നത് എസ്റ്റാബ്ലിഷ് വിഷ്വൽ ഹൈറാർക്കി. യൂസ് കോൺട്രാസ്റ്റ് ടു ഹൈലൈറ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് എന്താണ് ഒരു ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കോൺട്രാസ്റ്റ് കളേഴ്സ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ എ റെഡ് ബട്ടൺ ഓൺ എ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. അതുപോലെ തന്നെ യൂസ് ഡിഫറെൻറ്റ് ഷെയ്ഡ് ഓഫ് വൺ കളർ ഫോർ എ ക്ലീൻ ആൻഡ് സിമ്പിൾ ലുക്ക്. ഒരു സിമ്പിൾ ക്ലീൻ ലുക്ക് കൊണ്ടുവരാൻ വേണ്ടി മോണോക്രോമിക് സ്റ്റൈൽ നമുക്ക് യൂസ് ചെയ്യാം. മോണോക്രോമിക് സ്റ്റൈൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്താ ഒരു കളറിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കളേഴ്സിന് വ്യൂവേഴ്സിൻ്റെ ഐ ഗൈഡ് ചെയ്യാൻ സാധിക്കും. കളർ ക്യാൻ ലീഡ് ദ വ്യൂവേഴ്സ് അറ്റൻഷൻ ആൻഡ് ഷോ വാട്ട് ടു ലുക്ക് അറ്റ് ഫസ്റ്റ്. അപ്ലൈ കളർ തിയറി ആൻഡ് കൺസിസ്റ്റൻസി. കീപ് കളേഴ്സ് കൺസിസ്റ്റൻറ്റ് അക്രോസ് ഓൾ പേജ് ആൻഡ് എലമെൻറ്റ്സ് ആൻഡ് കൺസിഡർ ഇമോഷൻ ആൻഡ് ബ്രാൻഡ് ഇമ്പാക്റ്റ്. കളർ ക്രിയേറ്റ് ഫീലിങ്സ് ആൻഡ് മീനിങ്സ്. കളേഴ്സിന് ഫീലിങ്സും അതുപോലെ തന്നെ ഒരു മീനിങ്സും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ചൂസ് കളേഴ്സ് ദാറ്റ് മാച്ച് യുവർ ബ്രാൻഡ് മെസ്സേജ് ആൻഡ് പേഴ്സണാലിറ്റി. ആൻഡ് ടെക്സ്റ്റ് ആൻഡ് റിഫൈൻ. നമുക്ക് ടെസ്റ്റ് ചെയ്യാം എന്താണ് ഒരു കളേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് യുവർ കളർ സ്കീം ഓൺ ഡിഫറെൻറ്റ് സ്ക്രീൻ ആൻഡ് ലൈറ്റിംഗ്. എന്താ ഡിഫറെൻറ്റ് സ്ക്രീനിൽ യൂസ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ലൈറ്റിംഗ് നോക്കിക്കൊണ്ടും നമുക്ക് എന്താണ് ആ ഒരു കളർ സ്കീം ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഫീഡ്ബാക്ക്, സി ഇഫ് യുവർ കളർ ആർ ഈസി ടു റീഡ് ആൻഡ് ലുക്ക് ഗുഡ്. നമുക്കൊരു ഫീഡ്ബാക്ക് എടുക്കാനും മനസ്സിലാക്കണം. ഇഫ് ഒരു ആസ്ക് ഫോർ ഫീഡ്ബാക്ക് ടു സി ഇഫ് യുവർ കളർ ആർ ഈസി ടു റീഡ് ആൻഡ് ലുക്ക് ഗുഡ്. അതുപോലെ തന്നെ അഡ്ജസ്റ്റ് കളേഴ്സ് ഇഫ് നീഡഡ് ഫോർ ബെറ്റർ ക്ലാരിറ്റി ആൻഡ് ഇമ്പാക്റ്റ്. എന്താണ് ഒരു ബെറ്റർ ആയിട്ടുള്ള ക്ലാരിറ്റിയും അതുപോലെ തന്നെ ഇമ്പാക്റ്റിനും വേണ്ടിയിട്ട് കളർ അഡ്ജസ്റ്റ് ചെയ്യാനും കഴിയണം. നെക്സ്റ്റ് വൺ വരുന്നത് കളർ ആൻഡ് ബ്രാൻഡിങ് ആണ്. ബ്രാൻഡിങ്ങിലും ഈ പറഞ്ഞ പോലെ കളേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല കളേഴ്സിനും പല മീനിങ്സുകളും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കളർ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് മെമ്മറബിൾ ആസ്പെക്റ്റ് ഓഫ് എ ബ്രാൻഡ് ആൻഡ് ക്യാൻ മേക്ക് ഇറ്റ് ഇൻസ്റ്റൻ്റ്ലി റെക്കഗ്നൈസബിൾ. കളർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു മെമ്മറബിൾ ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കളേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മളൊരു ബ്രാൻഡിന് വേണ്ടിയിട്ട് ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുമ്പം അത് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ കളേഴ്സ് നമ്മൾ ചൂസ് ചെയ്യണം. അതുപോലെ തന്നെ കളർ ഇൻസ്റ്റൻ്റ്ലി കൺവേ ഇമോഷൻസ്, ഷേപ്സ്, പെർസ്പെക്ഷൻ ആൻഡ് ക്രിയേറ്റ് ബ്രാൻഡ് റെക്കഗ്നൈസേഷൻ. കളേഴ്സിന് ഒരു ഇമോഷൻസ് കൺവേ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യങ്ങളും നമ്മൾ പറഞ്ഞതാണ്. അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും എന്താണ് അതൊരു ഇമോഷണലി നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. അതുപോലെ തന്നെ മെമ്മറബിൾ ആയിരിക്കണം. എപ്പോഴും ആ ഒരു ബ്രാൻഡ് വ്യൂവേഴ്സിൽ മെമ്മറബിൾ ആയിരിക്കണം. ബ്രാൻഡ്സ് യൂസ് കളർ സ്ട്രാറ്റജിക്കലി ടു കമ്മ്യൂണിക്കേറ്റ് ദർ പേഴ്സണാലിറ്റി, ഇവോക്ക് സ്പെസിഫിക് ഫീലിങ്സ് ആൻഡ് സ്റ്റാൻഡ് ഔട്ട് ഫോർ കോമ്പറ്റീഷൻസ്. നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഒരു പല ബ്രാൻഡുകളുടെയും കോമ്പറ്റീഷൻ തന്നെയാണ് നടക്കുന്നത് അല്ലേ. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കൂൾ ഡ്രിങ്ക്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പല ടൈപ്പ് കൂൾ ഡ്രിങ്ക്സുകളും കാര്യങ്ങളും ഉണ്ട്.
പക്ഷെ എന്താണ് നമ്മൾ ഒരു ബ്രാൻഡ്, ഏതെങ്കിലും ഒരു ബ്രാൻഡായിരിക്കും ഇപ്പം നമുക്ക് പെട്ടെന്ന് മെമ്മറബിൾ ആയിട്ടുണ്ടാവുക. ഇപ്പം എന്താണ് കൊക്കക്കോള റെഡ്, നമുക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് വരും. അതിൻ്റെ എന്താണ് ആ കളർ ബ്രാൻഡിങ് പെട്ടെന്ന് മൈൻഡിലേക്ക് വരുന്ന അങ്ങനെയാണ്. അപ്പോൾ എന്താണ് നമ്മൾക്ക് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന എന്താണ് ആ ഒരു ബ്രാൻഡ് കളർ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഇമോഷണലി കണക്റ്റഡ് അല്ലെങ്കിൽ ഒരു നമ്മുടെ ഫീലിങ്സിനെ ഇവോക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ആൻഡ് എവറി ബ്രാൻഡ് ഹാസ് എ യുണീക്ക് ഐഡൻറ്റിറ്റി. എല്ലാ ബ്രാൻഡിനും ഒരു യുണീക്ക് ഐഡൻറ്റിറ്റി, ഇറ്റ്സ് പേഴ്സണാലിറ്റി, ഒരു പേഴ്സണാലിറ്റി എപ്പോഴും ഉണ്ടാവും. ആൻഡ് കുറച്ച് ബ്രാൻഡുകളെ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പം കൊക്കക്കോള റെഡാണ് കൊടുത്തിരിക്കുന്നത്. അതെന്താണ് ഒരു എനർജി, പാഷൻ, യൂത്ത്ഫുൾ ഇമേജ്, അങ്ങനെ ഒരു ലെവലിലാണ് കൊക്കക്കോള എന്നുള്ളൊരു ബ്രാൻഡ്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബ്ലൂ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ട്രസ്റ്റ്, സ്റ്റെബിലിറ്റി, കമ്മ്യൂണിക്കേഷൻ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന ഫേസ്ബുക്ക് എന്ന ആ ഒരു ഇതിൽ കൂടെ നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് നമുക്ക് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റാർബക്സ്, ആപ്പിള്, ആപ്പിൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വൈറ്റ് ഓർ സിൽവർ, ആ ഒരു പാറ്റേൺ, ഒരു എലഗൻസ്, അതൊക്കെയാണ് ഒരു സിംപ്ലിസിറ്റി, എലഗൻസ്, ഇന്നൊവേഷൻ, ഈ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് യൂസ് ഓഫ് ബ്രാൻഡ് കളർ റെക്കഗ്നൈസേഷൻ. വെൻ എ ബ്രാൻഡ് യൂസ് ദ സെയിം കളർ എവരിവെയർ, ലോഗോ, പാക്കേജ്, വെബ്സൈറ്റ് ആൻഡ് ആഡ്സ്, ഇറ്റ് ക്രിയേറ്റ് എ വിഷ്വൽ കണക്ഷൻ ഇൻ പീപ്പിൾസ് മൈൻഡ്. നമ്മൾ ഒരേ കളറിൽ നമ്മളൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലോഗോയ്ക്ക് ഒരു കളറ്, പാക്കേജിന്, വെബ്സൈറ്റ്, ഇതിനൊക്കെ ഒരു സെയിം കളറാണ് നമ്മൾ കൊടുക്കുന്നെങ്കിൽ അത് ആളുകളിലേക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ സാധിക്കും. ആൻഡ് ദിസ് കൺസിസ്റ്റൻ്റ് ഹെൽപ്പ് ഓഡിയൻസ് ഇമ്മീഡിയറ്റ്ലി ഐഡൻറ്റിഫൈ ദ ബ്രാൻഡ്. എന്താണ് പെട്ടെന്ന് ആ ഒരു ബ്രാൻഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കളേഴ്സിനെ കൊണ്ട് സാധിക്കും. ആൻഡ് ഈവൻ വിത്തൗട്ട് സീയിങ് ഇറ്റ്സ് നെയിം. ആൻഡ് കളർ ഇൻഫ്ലുവൻസ് ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ കണക്ഷൻ. കളേഴ്സ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ സൈക്കോളജി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞാണ് കളറിന് ഒരു സൈക്കോളജി ഉണ്ട് അല്ലേ. ഇപ്പോൾ റെഡ് ആണെങ്കിൽ പാഷൻ, എനർജി, ബ്ലൂ ആണെങ്കിൽ ട്രസ്റ്റ്, കാംനെസ്റ്റ്, യെല്ലോ ആണെങ്കിൽ ക്രിയേറ്റിവിറ്റി, ഹാപ്പിനെസ്, ബ്ലാക്ക് ആണെങ്കിൽ ലക്ഷറി, പവർ, ഗ്രീൻ ആണെങ്കിൽ നാച്ചുറൽ, ഹെൽത്ത്, ബാലൻസ്. ഇങ്ങനെ എന്താണ് ഓരോ കളേഴ്സിനും ഓരോ സൈക്കോളജി ഉണ്ട്. അപ്പോൾ എന്താണ് നമ്മളൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബ്രാൻഡ് യൂസ് ദീസ് അസോസിയേഷൻ ടു ഇൻഫ്ലുവൻസ് പെർസ്പെക്ഷൻ ആൻഡ് ബിൽഡ് ഇമോഷണൽ ബോണ്ട്. എപ്പോഴും ഒരു ബ്രാൻഡിന് എപ്പോഴും വേണ്ട ഒരു ഇമോഷണൽ ബോണ്ടും അതുപോലെ തന്നെ എന്താണ് കസ്റ്റമേഴ്സൊക്കെയാണ്. അപ്പോൾ അവരായിട്ട് എപ്പോഴും നമുക്കൊരു നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്യാനും അവർക്ക് പെട്ടെന്ന് മെമ്മറബിളായി നിൽക്കാനും റിലേറ്റ് ചെയ്യാനും പറ്റുന്ന കാര്യങ്ങളായിരിക്കണം എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ആൻഡ് കളർ ഹെൽപ്പ് ഡിഫറെൻറ്റ് ബ്രാൻഡ്സ്. നമുക്കറിയാം ഇപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റാണ് നമ്മുടെ മുമ്പിലുള്ളത്. സോ കളർ ഹെൽപ്പ് എ ബ്രാൻഡ് സ്റ്റാൻഡ് ഔട്ട് ഫോർ അതേഴ്സ്. ഒരു യുണീക്ക് ആയിട്ടുള്ള കളർ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഡിസൈൻ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി തന്നെ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെപ്സി ആൻഡ് കൊക്കക്കോള, ബോത്ത് ഇൻ ദ സെയിം കാറ്റഗറി യെറ്റ് ഇൻസ്റ്റൻ്റ്ലി റെക്കഗ്നൈസബിൾ ഡ്യൂ ടു ദർ യുണീക്ക് കളർ സ്കീം. എന്താണ് നമുക്ക് പെപ്സി ആയാലും കൊക്കക്കോള, ഇത് രണ്ടും നമുക്കെന്താണ് ഈ മാർക്കറ്റിൽ സിംപ്ലി അവൈലബിൾ ആയിട്ടുള്ള സംഭവമാണ്. അതിൻ്റെ കളർ നമുക്ക് പെട്ടെന്ന് യുണീക്കായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. യൂസ് കളർ എഫക്റ്റീവ്ലി ഇൻ ബ്രാൻഡ് ഹെൽപ്പ് ടു എക്സ്പ്രസ് ദ ബ്രാൻഡ് പേഴ്സണാലിറ്റി ആൻഡ് വാല്യൂസ്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് കളർ ഇൻ ഡിസൈൻ ആണ്. ഓക്കെ, നമുക്ക് ഇത്ര പഠിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലായി കളർ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ എലമെൻറ്റ് ഇൻ ഡിസൈൻ. ഡിസൈനിൽ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു എലമെൻ്റ് ആണ് നമ്മുടെ ഈ കളർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് അഫക്റ്റ് പീപ്പിൾ ഫീൽ, തിങ്ക്, റിയാക്ട് ടു വിഷ്വൽ കോണ്ടന്റ്. ബിയോണ്ട് ഡെക്കറേഷൻ, color has a power to communicate message, set moods and guide, make it an essential tool for every designer. നമുക്ക് ഒരു കളർ എന്ന് പറയുന്നത് ഒരു ഡെക്കറേറ്റീവ് പർപ്പസിന് മേളിൽ എന്താണ് ഒരു കാര്യം ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പവർഫുൾ ടൂളായിട്ട് തന്നെയാണ് നമ്മൾ അറ്റൻഷന് വേണ്ടിയിട്ടും വ്യൂവേഴ്സിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മുടെ ഈ കളേഴ്സ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. കളർ enhance aesthetical appeal.
കളർ മേക്ക് എ ഡിസൈൻ വിഷ്വലി അട്രാക്റ്റീവ് ആൻഡ് എൻഗേജിങ്. എപ്പോഴും എന്താണ്, നമുക്കൊരു അട്രാക്റ്റീവായിട്ട് ഒരു കാര്യം തോന്നണമെങ്കിൽ അതിൻ്റെ കളറ് അതുപോലെ നന്നായിരിക്കണം അല്ലേ. എപ്പോഴും എന്താണ്, ഒരു വിഷ്വൽ അപ്പീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കളേഴ്സ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് വെൽ ബാലൻസ്ഡ് കളർ സ്കീം ഗീവ് എ ഡിസൈൻ എ പ്രൊഫഷണൽ ആൻഡ് പോളിഷ് ലുക്ക്. കളർ ഇംപ്രൂവ്സ് റീഡബിലിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഒരു റീഡബിലിറ്റിയും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനും ഈ പറയുന്ന കളർ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ്. പ്രിപ്പയർ കളർ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ടെക്സ്റ്റ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ഇംപ്രൂവ് റീഡബിലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, ഈ സെയിം സംഭവം തന്നെയാണ്. ഒരു കോൺട്രാസ്റ്റ് നമ്മുടെ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളറും അതുപോലെ തന്നെ ടെക്സ്റ്റിനും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറായിരിക്കും ചൂസ് ചെയ്തത്. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ടെക്സ്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഒരു ഡാർക്ക്, രണ്ട് ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ ടെക്സ്റ്റും ഡാർക്കായിട്ട് അല്ലെങ്കിൽ രണ്ടും ലൈറ്റ് കളേഴ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിലും എന്താണ്, ഈ പറയുന്ന റീഡബിലിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ എന്താണ്, നമ്മളെപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്ക്ഗ്രൗണ്ടും അതുപോലെ ടെക്സ്റ്റും ഇത് കോൺട്രാസ്റ്റ് കളറാണെങ്കിൽ റീഡബിലിറ്റി ഇംപ്രൂവ് ആവും. ആൻഡ് ഹെൽപ്പ് കൺവേ മെസ്സേജ് ക്ലിയർലി. Color direct attention. Color can guide the viewer's eye through layout. The contrast color can highlight the most important part of a design.